ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ അടുത്ത് ചോദിച്ചു റിപ്ലൈ കിട്ടിയോ? അപ്പോൾ പുള്ളി പറഞ്ഞു റിപ്ലൈയോ വെറുതെ സീൻ മോനെ, വാട്സാപ്പിൽ സീൻ മോനെ. മലയാളി ആരാധകരുടെ മനസ്സിൽ ഷെയ്ൻ നീ ഗമ്മാണ്. പൊട്ടിപ്പോയി, സോറി പറ്റിപ്പോയി, അത് പൊട്ടിപ്പോയി. ഇപ്പൊ ലാലേട്ടന്റെ വിരലുകൾ അഭിനയിക്കും എന്നൊക്കെ പറയുന്ന പോലെ അതിനും അപ്പുറത്ത് ഷെയ്ൻ ബ്രോ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ഷെയ്ൻ ബ്രോയുടെ പേരെന്താവും? ഷെയ്ൻ നഖം. ആള് ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഫഹദ് ഫാസിലിനെ ഫാഫ എന്നും ദുൽഖറിനെ ഡി ക്യൂ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ചേർത്ത് നാളെ തൊട്ട് ഷെയ്നെ ആരും ഫാ ക്യൂ എന്ന് വിളിക്കരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്റെ അമ്മയാണ് എന്റെ അടുത്ത് ചീത്ത പറയണ പോയി മുടി വെട്ടറാന്ന് പറയുന്നത്. പക്ഷെ ഷെയ്ൻ ബ്രോ മുടി വെട്ടിയപ്പോഴാണ് അമ്മ ചീത്ത പറഞ്ഞത്. സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഷെയ്ൻ ബ്രോ ഭയങ്കര സെലക്റ്റീവ് ആണ്. ഷെയ്ൻ ബ്രോന്റെ പടം കാണാൻ മലയാളികൾ അതിന്റെയും കാട്ടി സെലക്റ്റീവ് ആണ്. ഇന്നേ വരെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോസിപ്പ് പുള്ളിയുടെ പേര് കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഒരു ആക്ട്രസിന്റെ പേര് ചേർത്ത് കൂടെ കേട്ടിട്ടുണ്ടോ? ഒരു അഫയറിന്റെ കഥ കേട്ടിട്ടുണ്ടോ? കാരണം എന്താ, പുള്ളിക്ക് ആ സാധനമില്ല. ഷെയ്ൻ ബ്രോ ഒന്ന് കാണിക്കാമോ? ബെർമുഡ ഇട്ടിട്ടുണ്ടോ? ബെർമുഡ ഏതെങ്കിലും OTT ഇട്ടിട്ടുണ്ടോ? ബെർമുഡ സിനിമ. RDX ഇവിടെ സീൻ മോൻ എന്നുള്ള പാട്ട് വലിയ പെരുന്നാളിൽ ഇടാന്നുള്ളത്. കാരണം വെറുതെ കുറെ സീൻ മോനെ തട്ടിക്കൂട്ട് സീൻ മോനെ. ഇല്ല, റോസ്റ്റിൽ അല്ല, നമ്മൾ മീര ഒഴിവാക്കാനുള്ള കാരണം നമ്മൾ റോസ്റ്റിൽ പീര ഇടാറില്ല. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഷെയ്നെ കാണാൻ വേണ്ടി 4 കേമന്മാർ ഈ വേദിയിലെത്താൻ പോവാണ്. ഇപ്പോൾ അവർ ഭയങ്കര സൂപ്പർ ട്രെൻഡിങ് ആണ്. അവരുടെ ഒരു മുഖം കണ്ടാൽ തന്നെ ലൈക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര 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 വ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ അവർ 4 പേരെയും ഞാൻ ഒരുമിച്ച് വേദിയിലേക്ക് വിളിക്കുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ഷോ. ഞങ്ങൾ മീരയെ മാറ്റിയത് നിങ്ങൾക്ക് വിഷമമുണ്ടെന്നറിയാം. ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള യുവതി എന്തായാലും സെൻട്രൽ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ 4 ആണുങ്ങളെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുന്നതറിയാം. എങ്കിലും ഇത് മീരയ്ക്ക് ഒരുപാട് ചീത്തകൾ കിട്ടും. അതുകൊണ്ടാണ് മീരയെ നമ്മൾ ആദ്യം സേഫ് ആക്കിയത്. ബേസിക്കലി മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഷെയ്ൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഷെയ്നിന് ഒരു സർപ്രൈസ് കൊടുക്കണം, ഒരുപാട് സർപ്രൈസ് എൻട്രീസ് ഉണ്ടാവും എന്ന്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഷെയ്ൻ സർപ്രൈസ്ഡ് ആയി. കാരണം ഷെയ്ൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഉണ്ടായിരുന്നു ഏതാടാ ഇവന്മാർ. പക്ഷെ ഷെയ്ൻ അല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത് വീഡിയോ പുറത്തു വരുമ്പം അതിൻ്റെ അടി വന്ന് നോക്കണം ഞങ്ങളുടെ സപ്പോർട്ട്. ഒരു 10,000 പേരെങ്കിലും വന്ന് ചോദിക്കും ഏതാടാ യുവന്മാരെന്ന്. പേടിക്കണ്ട. ഇല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ റോസ്റ്റിംഗ് പരിപാടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കൊരു ഹൈലൈറ്റ് സാധനം ഉണ്ടായിരുന്നു അതിലെനിക്ക്. അതായത് ഈ കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ക്രിയേറ്റീവ് അപ്പാപ്പ അടിക്കുന്ന സാധനമല്ല. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടായിരുന്നു. കൽബിലിരുന്നപ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞല്ല ഇതിങ്ങനെ ഇടയ്ക്ക് ഓണാകും, പ്രോജക്റ്റ് ഓൺ ആകും, ഇടയ്ക്ക് ഓഫ് ആകും. എന്നാ പിന്നെ കൽബ് മാറ്റി ബൾബ് എന്നാക്കിക്കൂടെ എന്ന് വെച്ചാൽ അത് നൈസായിരുന്നു. അല്ല ഐ മീൻ വേറൊന്നുമായിട്ടല്ല, എനിക്കത് ചിരി വന്നു, നൈസായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ പറഞ്ഞ സാധനത്തിന് ചിരി വന്നു. അപ്പോൾ നമ്മുടെ പേര് ടീം വിറ്റ്. നമ്മളാണ് കേരളത്തിലെ ഏറ്റവും പോപ്പുലർ സ്റ്റാൻഡപ്പ് കോമഡി കളക്റ്റീവ്. കേരളത്തിൽ സ്റ്റാൻഡപ്പ് കോമഡി തന്നെ തീരെ പോപ്പുലർ അല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും പോപ്പുലർ സ്റ്റാൻഡപ്പ് കോമഡി കളക്റ്റീവ് ആണത്. അല്ല, ഇതിൽ നമുക്ക് ഇട്ടേക്കുന്ന പേര് വിറ്റെന്നാണെങ്കിലും കമന്റിൽ കൂടെ നമ്മളുള്ള ആൾക്കാർ പറയാൻ നമുക്ക് വട്ടാണെന്നാണ്. പക്ഷെ എന്തായാലും നമ്മൾ ഇത് പറഞ്ഞത് മിസ്റ്റർ മഹാദേവനാണ് സ്റ്റാൻഡപ്പ് കോമഡി സീനിലെ ഏറ്റവും വലിയ സംഭവം. കാരണം 2 വർഷമായി ബാക്ക് ടു ബാക്ക് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഓഫ് ദി ഇയർ അവാർഡ് ജയിക്കുന്ന ആളാണ് മിസ്റ്റർ മഹാദേവൻ. പക്ഷേ ഈ മഹാദേവനെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം സ്റ്റാൻഡപ്പ് കോമഡി അത്ര ദാരിദ്ര്യത്തിലാണുള്ളത്.
കേന്ദ്ര സർക്കാർ സ്റ്റാൻഡപ്പ് കോമഡിയുടെ ദാരിദ്ര്യം മാറ്റാൻ വല്ലോ ഫണ്ട് കൊടുക്കുന്നുണ്ട്, അപേക്ഷിക്കണം എന്ന് പറഞ്ഞ മഹാദേവന്റെ ഷർട്ടില്ലാത്ത ഫോട്ടോ അയച്ച് ഞങ്ങൾ അതിന് അപേക്ഷിക്കുന്നതായിരിക്കും. ഇപ്പൊ തമാശയാണെന്ന് കരുതി ബോഡി ഷേമിംഗ് അടിച്ച ഈ പുള്ളിക്കാരനാണ് ജോൺ പി ജോ. സംഭവം അവാർഡ് എനിക്കാണ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിയാണ് സ്റ്റാൻഡപ്പ് കോമഡി കേരളത്തിൽ ആദ്യമായിട്ട് പോപ്പുലർ ആക്കുന്നത്. ഫേസ് ഓഫ് മലയാളം സ്റ്റാൻഡപ്പ് കോമഡി എന്ന് വേണമെങ്കിൽ പുള്ളിയെ പറയാം. നിങ്ങൾ ആ ഫേസിലോട്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡി അത്രയും ദാരിദ്ര്യത്തിലാണെന്നുള്ളത്. കാരണം നമ്മൾ ഇത്രയും മോശം ഫേസിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോൺ പി ജോ ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. ജോൺ പി ജോ ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറാണ്. അതെ, ജോൺ പി ജോ ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ ആയിരുന്നു. ഇപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റാൻഡപ്പ് കോമിക് ആണ്. സ്ട്രഗ്ലിംഗ് മാത്രം ജോൺ പി ജോനെ വിട്ടുപോകുന്നില്ല. സ്ട്രഗിൾ ഉണ്ട് എന്നും. ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് സംസാരിക്കുന്ന ഇദ്ദേഹമാണ് ദീപക് മോഹൻ. ഇദ്ദേഹം IIT IIM ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ അവിടെ തമാശ പഠിപ്പിക്കാത്തതുകൊണ്ട് സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഇവിടെയും തമാശ ഒന്നും പ്രതീക്ഷിക്കരുത്. ഷെയ്ൻ ബ്രോയ്ക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇദ്ദേഹമാണ് മലയാളം സ്റ്റാൻഡപ്പ് കോമഡി സീനിലെ ഇടവേള ബാബു. ഓർഗനൈസിങ് പെർഫോമൻസ് ഇല്ല. ഈ പറഞ്ഞ ആളാണ് മിസ്റ്റർ അനീസ്. അനീസ് പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റ് പോലെ തന്നെയാണ് പുള്ളിയുടെ തമാശ ഭയങ്കര സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ ഷെയ്ൻ ബ്രോ നിന്ന് സ്റ്റേജിൽ തമാശ ഒന്നും കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ട, 2 മാസത്തിൽ ഒരു കത്തായിട്ട് വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. മതി മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്ക് ചെയ്ത് നിർത്താം. സോ ബേസിക്കലി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഷെയ്ൻ ബ്രോയായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ ഓൾറെഡി ഒരുപാട് പേര് ഇൻട്രാക്ട് ചെയ്ത് ഷെയ്ൻ ബ്രോയെ വെറുപ്പിച്ചിട്ടുണ്ട്. സോ നമ്മളിത് ഫ്രണ്ട്ലി സെഷനായിട്ട് കൂട്ടിയാൽ മതി. ഇതിനകത്ത് നോ ഒഫൻസ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഞങ്ങൾ വരുമ്പോഴേ അങ്ങനെ ആൾക്കാർ അങ്ങനെയല്ല. ഇത് ശരിക്കും നമ്മൾ സ്റ്റാൻഡപ്പ് കോമിക് ആയതുകൊണ്ട് നമ്മൾ ഒരു ലോഡ് കോമഡി ആയിട്ട് വരും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷെ ഞങ്ങൾ വന്നേക്കുന്നത് ഒരു ലോഡ് ചളിയുമായിട്ടാണ്. സോ ഇത് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് ഒരു മത്സരമാണ്. അതായത് ഞങ്ങൾ 2 ടീമായിട്ട് ഇന്ന് ഞങ്ങൾ ചളി പറയും. ആ ചളി ഷെയ്ൻ ബ്രോ ജഡ്ജ് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് ചളി ഏതാണെന്ന് ഓർത്ത് വെക്കണം. എന്നിട്ട് ആ ടീമിനെ വിജയമായിട്ട് പ്രഖ്യാപിക്കണം. റെഡിയാണ്? നിങ്ങൾക്ക് ചളി ഇഷ്ടമുള്ളവരാണ് ഈ കൂട്ടത്തില്? ചളി ഇഷ്ടമുള്ള സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടമല്ലാത്തവരും ഒന്ന് കൈയടിച്ചാൽ കാരണം നിങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ. ഇത് ചളി കൈയടിച്ച് കയറണം. ചളി അറിയാമല്ലോ, അടിച്ച് താന്നു പോയാൽ ചീഞ്ഞു പോകും. നമ്മൾ ഓൾറെഡി ചീഞ്ഞ് നിൽക്കുകയാണ്. സോ ഇത് നമുക്ക് 2 ടീമാക്കാം. ഒരു കാര്യം ചെയ്യാം, ജോൺ ഇപ്പുറത്ത് നമ്മൾ മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ ഒരു ടീം. അപ്പോൾ അവര് പ്രായമുള്ളവർ ഒരു ടീം, നമ്മൾ കുട്ടികൾ ഗ്യാങ് ഒരു ടീം. ഈ കുട്ടിയുടെ മുടി പോലും കെളുത്തിട്ടില്ല. ആദ്യം തന്നെ അപമാനം. ചളി മത്സരം തുടങ്ങാം നമുക്ക് ആദ്യം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യത്തെ തമാശ പറട്ടെ. ബ്രോ ജഡ്ജ് ചെയ്യാം. തമാശയല്ല, ചളി. ചളിയാണ്. ഓക്കെ, അപ്പം ഷെയ്ൻ ബ്രോനെ റീച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കഥയായിട്ട് ഷെയ്ൻ ബ്രോയിൻ്റെ പുറകെ കുറേ നാളായിട്ട് നടക്കുന്നുണ്ട്. പുള്ളി ഷെയ്ൻ ബ്രോയിൻ്റെ നമ്പർ കിട്ടി, ഷെയ്ൻ ബ്രോയിനെ വാട്സാപ്പിൽ പിങ് ചെയ്തു, ബ്ലൂടിക്ക് കിട്ടി. ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയുടെ അടുത്ത് ചോദിച്ചു റിപ്ലൈ കിട്ടിയോ? അപ്പോൾ പുള്ളി പറഞ്ഞു റിപ്ലൈയോ വെറുതെ സീൻ മോനെ, വാട്സാപ്പിൽ സീൻ മോനെ. ഓക്കെ, താങ്ക് യു. അതിന് കഴിഞ്ഞിട്ട് എൻ്റെ അതിനൊക്കെ അടിപൊളി സാധനം RDX തന്നെ. RDX 1 ഹിറ്റ് ആയല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൊഡ്യൂസേഴ്സ് ഡേറ്റിന് വേണ്ടി ഷെയ്ൻ ബ്രോയുടെ പുറകെ പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതുവരെ പൊക്കോളൂ. അങ്ങനെ ബാക്കി ഞങ്ങൾ നടത്തിക്കോളാം. RDX ഒരു വിജയിച്ച പടമാണ്. അത് പറഞ്ഞിട്ടാണ് ഡിസ്ക്ലെയിമർ ഇട്ടായിരുന്നു ചളിയാണെന്ന്. ഒരു വിജയിച്ച പടത്തിനെ പറ്റിയാണ് നമ്മൾ ഈ പൊട്ടുന്ന മക്കൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. RDX വെറുതെ വിട്ട് വേറെ എന്തെങ്കിലും. അതെ, ഷെയ്ൻ നിഗം എന്ന് പറയുന്ന പേരിന് ആക്ച്വലി കുറെ പ്രത്യേകതകളുണ്ട്. ഷെയ്ൻ നിഗം എന്നുള്ള പേരിൽ അപ്പൊ നമ്മൾ കുറച്ച് ഷെയ്ൻ നിഗം എന്നുള്ള പേര് വെച്ച് നമുക്ക് കുറെ ജോക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഷെയ്ൻ നിഗം ആക്ച്വലി സിനിമയിൽ വരുമ്പോൾ ഷെയ്ൻ നിഗമിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അഭിനയിച്ച് ഷൈൻ ചെയ്ത് ഷൈൻ നിഗമാകുക എന്നുള്ളതാണ്. പക്ഷെ മലയാളം ഇൻഡസ്ട്രി വിചാരിച്ച് ഷെയ്ൻ നീക്കാം എന്ന് ബാൻ ചെയ്തിട്ട്. പക്ഷെ മലയാള ആരാധകരുടെ മനസ്സിൽ ഷെയ്ൻ നിഗം ആണ്. ഒട്ടിപ്പോയി, സോറി, പറ്റിപ്പോയി, അത് പൊട്ടിപ്പോയി. ആ പിക്കപ്പ് ലൈനിൽ ഷെയ്ൻ വീണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുകൊണ്ട് പേര് വെച്ചിട്ട് നമ്മൾ ഷെയ്ൻ നിഗം എന്നുള്ള പേര് വെച്ചിട്ട് ഇനി ഒരു ചളി സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ സെക്ഷന് പേരല്ലോ പ്രീമിയർ ലീഗ് നിട്ടാലോ? ഓക്കെ, അപ്പൊ പേരല്ലോ പ്രീമിയർ ലീഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പേര് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഞാനും അടിക്കാൻ സുഖമായിട്ട് ഒരെണ്ണം പറയാം. ഷെയ്ൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തീരെ മാർക്ക് കുറവുള്ളപ്പോൾ ഷെയ്ൻ്റെ അടുത്ത് ഷെയ്ൻ്റെ അമ്മ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്താണ്? ഷെയ്ൻ നിഗം. സൂപ്പർ സൂപ്പർ സൂപ്പർ. അല്ല, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് സാധനത്തിലുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ല, ഷെയ്ൻ ബ്രോ ഇപ്പൊ അടിപൊളിയായിട്ടാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും കാലാകാലങ്ങളാകുമ്പോൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 15 കൊല്ലോടെ കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ലാലേട്ടന്റെ വിരലുകൾ അഭിനയിക്കും എന്നൊക്കെ പറയുന്ന പോലെ അതിനും അപ്പുറത്ത് ഷെയ്ൻ ബ്രോ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ഷെയ്ൻ ബ്രോയുടെ പേരെന്താവും? എന്താവും? ഷെയ്ൻ നഖം.
തുടർച്ചയായി ഓഡിയൻസ് ചളി എന്ന് പറയുന്ന മഹാദേവൻ, ഞാൻ സ്റ്റാൻഡേർഡ് സാധനം പറയാം. ഇങ്ങനെ കുറെ പടം ചെയ്യുമ്പോൾ കുറച്ച് പടങ്ങളൊക്കെ പൊട്ടുമല്ലോ. അങ്ങനെ പൊട്ടുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് എന്ത് പറയും? സാന്താ തോമസിനോട് ചോദിച്ചു. എന്ത് പറയും? ശരിയാണ്. ഒരു producer എന്ത് ലിറ്റിൽ പറയും? ഹാർട്സിന്റെ പ്രൊഡ്യൂസർ സാന്താ തോമസ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിന്റെ ഉത്തരം കറക്റ്റ് ആയിട്ട് പറയും. എന്ത് പറയും പ്രൊഡ്യൂസേഴ്സ്? ബ്ലെയിം നിഗം, ബ്ലെയിം നിഗം. ഓക്കെ, എനിക്ക് കിട്ടിയ ഒരു സാധനം നിങ്ങൾ 3 പേര് അടിച്ചില്ലേ? ഇനി അഥവാ പടമൊക്കെ പൊട്ടി ഷേനാകെ ഡാർക്കായി വെള്ളം അടിച്ച് ഓടയിൽ വീണാൽ നമ്മൾ എന്ത് പറയും? ഓടയിൽ നിന്ന് ഇല്ല, ഡ്രെയിൻ നിഗം. ട്രെയിൻ. അങ്ങനെ ആ ഓടയിന്ന് പുള്ളിക്കാരന്റെ ഷട്ടിലും പാൻറ്റിലും കറ പറ്റി കഴിഞ്ഞാൽ സ്റ്റെയിൻ നിഗം എന്ന് പറയും. ഇത് രണ്ടും കൂടി ഒഴുക്കി വിടാൻ തോന്നുന്നു. എന്നാലും ഷെയ്ൻ നിഗം അത്ര മണ്ടത്തരങ്ങൾ ചെയ്യില്ല. ആള് ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വൈബ് കിട്ടി, ഓഡിയൻസിന് വൈബ് കിട്ടി. നമ്മുടെ ടീമിന് ആളെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ അവസ്ഥ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടാവും. അപ്പൊ അതിനെന്ത് പറയും? ഈ പെയിനും പിടിച്ചോണ്ട് ഷെയ്ൻ ദേഷ്യപ്പെട്ട് ഇറങ്ങി സ്പെയിനിൽ പോയാൽ നമ്മൾ എന്ത് വിളിക്കും? ഇത് നിങ്ങൾ വിചാരിക്കും ഈ തമാശ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, അത്ര വളരെ സിമ്പിൾ ആണ്. ഒരു 2 നമുക്ക് ഓഡിയൻസിനെ കൊണ്ട് ഇത് വളരെ നിലവാരമുള്ള ഒരു സാധനം ഞാൻ അടിക്കാം. ഷെയ്ൻ നിഗം മഴ നനഞ്ഞു, അപ്പോൾ ഷെയ്ൻ നിഗം ഫ്ലൈറ്റിൽ കയറി പോയാ പ്ലെയിൻ നിഗം. അല്ല, എനിക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള സാധനം പിടിക്കാം. ഓക്കെ, ഷെയ്ൻ നിഗം തീവണ്ടി എടുത്താണ് പോണതെങ്കിൽ എന്ത് പറയും? ഞങ്ങളുടെ ഈ ചെളിയുടെ ട്രെയിൻ നിങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഷെയ്ൻ നിഗം. ആക്ച്വലി ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് ഷെയ്ൻ ബ്രോയ്ക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് വട്ടായിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഷെയ്ൻ ബ്രോ എന്താവും? ഇൻസെയിൻ നിഗം. ഓ മൈ ഗോഡ്. എനിക്ക് JCB വെച്ചൊരു സാധനമുണ്ട്. അത് ഇത് വെച്ചാണ് കോരി ഇത് ട്രെയിൻ ട്രെയിൻ നിഗമല്ലേ, അത് കൊറിയൻ കളഞ്ഞത് വഴി. നിർത്താൻ ബ്രോ, എഴുന്നേറ്റ് പോകുന്നു. എനിക്ക് ഇല്ല, ഇല്ല, ഇരുന്നോ. എനിക്ക് സോ ഇനി ആങ്കർ മീരയുടെ പേര് വെച്ചിട്ടൊരു സാധനമുണ്ട്. ആ നമുക്ക് കമന്റ് കിട്ടിക്കോളും. തമാശയാണ്, പതുക്കെയാണെങ്കിലും കത്തിക്കോളും. സോ ചളി സെക്ഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഇതാരെ ജയിച്ചെന്ന് നമുക്കറിയണം. ഷെയ്ൻ ബ്രോ വ്യക്തമായിട്ട് മനസ്സിലൊന്ന് ആലോചിച്ചു ചളി ഏതായിരുന്നു? സീൻ അത് ഷെയ്ൻ നഖമല്ലായിരുന്നു ഏറ്റവും ബെസ്റ്റ്. സീൻ മോനല്ലേ എന്റെ? സ്പെയിൻ നിഗം. സീൻ മോനെ. എങ്ങനെ വിലയിരുത്തത്? ഭയങ്കര ബുദ്ധിമുട്ടാ, ടഫാ, ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. എന്നാലും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നല്ലോ. അപ്പൊ നമുക്ക് എല്ലാം തന്നെ ബ്രോയിനെ ജഡ്ജ് ആക്കുന്ന മുമ്പേ ചിന്തിക്കണമായിരുന്നു. ബ്രോ 1 ലവിന്റെ ആളാണ്. ആ, ബ്രോയിന്റെ എല്ലാം ജീവിതത്തിൽ ആ, ജയം bro. തോൽവിയില്ല. അതെ. അപ്പൊ- ഒരുമിച്ച് അങ്ങോട്ട് ഒരു സ്നേഹം. അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചീഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, 2 ടീം വിജയിച്ചത് പ്രഖ്യാപിച്ച് 2 ടീമിന് കൈയടി. നമുക്ക് ഭയങ്കര ലൈറ്റ് ആക്കിയത് നമ്മൾ ശരിക്കും നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടൊരു സെഷനിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു കോൺട്രോവേഴ്ഷ്യൽ സെക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണല്ലോ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ 5 വർഷം മുന്നേ ഷെയ്ൻ ബ്രോ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ട് വിട്ടു. കഴിഞ്ഞ മാസം ഞങ്ങളത് പിടിച്ചു. കൽബ് സിനിമ. ഷെയ്ൻ ബ്രോ രക്ഷപ്പെട്ടു, ഞങ്ങൾ പെട്ടു. നമ്മൾ ആ കൽബ് സിനിമയുടെ മൂവി പ്രൊമോഷൻ പുതിയ രീതിയിൽ റോസ്റ്റിംഗ് പ്രൊമോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു പ്ലഗിൻ ആണ്. സാന്ദ്ര മാഡത്തിന് ശ്രദ്ധിക്കാൻ, ഞങ്ങൾ മൂവി പ്രൊമോ റോസ്റ്റിംഗ് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പടത്തിൽ ഞങ്ങളെ വിളിക്കാം. സോ ആ റോസ്റ്റിംഗ് പ്രൊമോ നല്ല വൈറലായിരുന്നു, ഞങ്ങൾ നല്ല എയറിലുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഷെയ്ൻ ബ്രോയോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ചെറിയ റോസ്റ്റിംഗ് സെഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി റോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമാണ്. ആർട്ട് ഫോമിനെ ഞാൻ ഉപമിക്കുകയാണെങ്കിൽ റോസ്റ്റിംഗ് ഡെന്റൽ ഇതിലെ ഒരു റൂട്ട് കനാൽ ചെയ്യുന്ന പോലെയാണ്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പോലെയാണ് റോസ്റ്റിങ്ങിനെ കണ്ടാൽ മതി. നിങ്ങൾ ശരിക്കും പണി അറിയാവുന്ന ഡോക്ടർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുന്ന് സുഖിച്ച് എൻജോയ് ചെയ്യും. പക്ഷേ പണി അറിയാത്ത ജൂനിയർ ഡോക്ടേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നല്ല വേദന എടുക്കും. അതുകൊണ്ട് ഷെയ്ൻ ബ്രോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. റൂട്ട് കനാൽ നമ്മൾ ആക്ച്വലി ചുമ്മാ ഉപമിച്ചാണ്. അങ്ങനെ തുപ്പൊന്നും ചെയ്യരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാൽ നമ്മളപ്പം നിർത്തും. കുഴപ്പമൊന്നുമില്ല ബ്രോ. ഓക്കെ, ഇതിലും എല്ലാം കണ്ടതാ. നമ്മൾ എയറിലാണെങ്കിലും നമ്മൾ കെയർ ചെയ്യുന്നില്ല. കാരണം എയറിലായതുകൊണ്ടാണല്ലോ നമ്മളെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് വിളിച്ചതും നമുക്കിന്ന് ഷെയ്ൻ ബ്രോനെ കാണാൻ പറ്റിയതും ഷെയ്ൻ ബ്രോന് നമ്മളെ കാണാനും പറ്റിയത്. അല്ലെങ്കിൽ നമ്മളെ തപ്പിയാൽ പോലും കാണാൻ പറ്റത്തില്ല ഓൺലൈനിൽ. അതെ. പക്ഷെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന മുമ്പേ കൺസെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഷെയ്ൻ ബ്രോയിൻ്റെ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷെയ്ൻ ബ്രോയിന് കരാട്ടെ അറിയാം, നമുക്കാണെങ്കിൽ കരയാനെ അറിയും. അപ്പൊ ബ്രോ ഓക്കെ അല്ലേ? കൺസെന്റ് ഓക്കെ അല്ലേ? ഓക്കെ. അല്ല, നമ്മൾ സാധാരണ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറ്. നമുക്കിപ്പോൾ ഇന്ന് അതിനുള്ള ഒരു ടൈം തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ
ബോറാണ് ബ്രോ, നിർത്താൻ പറഞ്ഞാൽ നമ്മൾ നിർത്തും, വേറെ സീനൊന്നുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടും കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ചെറിയ മൈൽഡ് റോസ്റ്റ് ആയിരിക്കും. അതെ, വലിയ സംഭവം. ബേസിക്കലി നമ്മൾ റോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൾട്ട് കോമഡിയാണ്. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് കോമഡി മിക്കവാറും കാണാറില്ല, അതുകൊണ്ട് ഇത് ഇൻസൾട്ട് മാത്രമായി പോണതാണ്. ബ്രോ തന്നെ ഇന്റർവ്യൂവിൽ 4 വർഷം മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ചില സാധനങ്ങൾ ഉദ്ദേശിച്ചിട്ട് ചെയ്തു വരുമ്പോഴത്തേക്ക് റിസൾട്ട് മാറിപ്പോണാണ് നമുക്ക് സംഭവിച്ചു പോണതുകൊണ്ട് അതിനകത്ത് വേറെ നെഗറ്റീവ് സാധനം ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് വിട്ട് റോസ്റ്റിലൊക്കെ സെക്കൻഡ് ഓക്കെ. മറ്റേ ഓക്കെയാണ്, കൺസെന്റ് ഓക്കെയാണ്, തുടങ്ങാം. ശരി. അപ്പോ ഗൈസ് ഒരു കൈയടി പ്ലീസ്. യാ, വെൽക്കം ടു ദ വിട്ട് റോസ്റ്റ് ഓഫ് ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗമൻ ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ആയിട്ട് ഷെയ്ൻ നിഗമനെ കുറിച്ച് കേട്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ൻ നിഗമൻ ഏത് സെറ്റ് ചെന്നാലും മെയിൻ നിഗമാകണം എന്നുള്ളതാണ്. ആക്ച്വലി പുള്ളിക്കാരന് എല്ലായിടത്തും സെന്റർ റോളിൽ കിട്ടണം എന്നുള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഇവിടെ സെന്ററിൽ എത്തിയേക്കുന്നത്. ആക്ച്വലി നമുക്ക് വന്ന് RDXന്റെ പടം ഷൂട്ട് ഏകദേശമായിട്ടൊരു മറ്റേ സീൻ മോനെ എന്നുള്ള പാട്ട് സെറ്റായി കഴിഞ്ഞ് ഷെയ്ൻ നിഗമനെ കേൾപ്പിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞത് ഇതിങ്ങനെ ചെയ്താൽ പറ്റൂല, ഇവിടെ ഷെയ്ൻ മോനെ നാക്കണം. അതെ, ഷെയ്ൻ ബ്രോ ഇൻഡസ്ട്രി വന്നിട്ട് 10+ years ആയി. പക്ഷെ പുള്ളി കുറച്ച് സിനിമയെ ചെയ്തിട്ടുള്ളൂ. കാരണം സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഷെയ്ൻ ബ്രോ ഭയങ്കര സെലക്റ്റീവ് ആണ്. ഷെയ്ൻ ബ്രോയിന്റെ പടം കാണാൻ മലയാളികൾ അതിന്റെയും കാട്ടി സെലക്റ്റീവ് ആണ്. ഈടെ കണ്ടിട്ട് പലരും ചോദിച്ചത് ഇത് എന്തു വാടേന്നാണ്. ഈടെ കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചത് ഇത് എന്തു വാടാന്നാണ്. ആക്ച്വലി അതെ, കൊറോണ പേപ്പേഴ്സ് എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോഴും ആക്ച്വലി ആൾക്കാർ ഇതിനെ കൊറോണ ആയിട്ട് തന്നെയാണ് കണ്ടത്. കാരണം തിയേറ്ററിലൊക്കെ ഭയങ്കര സാമൂഹിക അകലമായിരുന്നു. മുഴുവനായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ബ്രോ ഭയങ്കര റേഞ്ച് ഉള്ളൊരു ആർട്ടിസ്റ്റാണ്. നിങ്ങൾ ആൾ ചെയ്തിട്ടുള്ള പടങ്ങളിലെ ക്യാരക്ടേഴ്സ് നോക്കിയറിയാം. ആംഗ്രി പോലീസ് ഓഫീസർ, ആംഗ്രി കാമുകൻ, ആംഗ്രി ഈ ഡെസ്പറേറ്റ് ആളിപ്പോ ശ്രീബുദ്ധന്റെ ഒരു പടം ചെയ്യണമെങ്കിലും ആള് ചെയ്യും. പക്ഷെ അതൊരു ആംഗ്രി ശ്രീബുദ്ധനായി. അതല്ലേ ശരിക്കും കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതല്ലേ ഞാനും പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ ഷെയ്ൻ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നടനാണ്. അതായത് നമ്മൾ കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെയുള്ള ഏത് ജില്ലയിലെ ക്യാരക്ടർ എടുത്താലും ഷെയ്ൻ കൺസിസ്റ്റന്റ് ആയിട്ട് കൊച്ചി സ്ലാങ്ങിൽ അത് ഡയലോഗ് ഡെലിവറി ചെയ്ത് തകർക്കും. ഇത് മാറ്റുന്നതാണ്. ഇത് മാറ്റിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഷെയ്ൻ നിഗം ഏത് സിനിമ എടുത്താലും ഷെയ്ൻ നിഗം എന്ന് ആൾക്കാർ പറയും. നമുക്ക് ഈ പേര് വെച്ചുള്ള ചളി കളയാം. ഓക്കെ, മാറ്റി വെച്ചിരുന്ന സ്പെഷ്യൽ സാധനമായിരുന്നു. പക്ഷെ ഷെയ്ൻ നിഗം ബ്രോയിന്റെ ആക്ടിങ്ങിന്റെ ഭയങ്കര ഫാനാണ്. കാരണം ഏതൊരു സിനിമ എടുത്താലും ബ്രോ 200% കൊടുക്കും. പക്ഷെ ബ്രോയിന് മൂഡ് ഉണ്ടെങ്കിലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ മൂഡ് വെച്ച് വർക്ക് ചെയ്യുന്ന 2 ആർട്ടിസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ഷെയ്ൻ ബ്രോ, 2 മനസ്സിലായി അവരല്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒബ്ജക്റ്റീവ് ചെയ്ത് ജോക്ക് അടിക്കാറില്ല. ഞാൻ ഉദ്ദേശിച്ചത് ശ്രീനാഥ് ബാസിയാണ്. ബാസി മൂഡ് വെച്ച് വർക്ക് ചെയ്യാറുള്ളൂ. കട്ടിങ് സെറിമണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ എന്താ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ വേറെ ആളിനെ ഉദ്ദേശിച്ചാ പോട്ടെ. ഇല്ല, ബാസി എന്താ ഇനാഗ്രേഷന് പോകാറില്ലേ? ഇല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഈ കട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വലിയ പെരുന്നാൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി RDXൽ ഇവിടെ സീൻ മോനെ എന്നുള്ള പാട്ട് വലിയ പെരുന്നാളിൽ ഇടാന്നുള്ളത്. കാരണം വെറുതെ കുറെ സീൻ മോനെ തട്ടിക്കൂട്ട് സീൻ മോനെ. കറക്റ്റാണ്, ഇതാണ് പറഞ്ഞ കോമഡി. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദാറ്റ് സ്പിരിറ്റ്. മുടിയും കാണുമ്പോൾ സാധാരണ എൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് ചീത്ത പറയുന്നത്, പോയി മുടി വെട്ടറാന്ന് പറയുന്നത്. പക്ഷെ ഷെയ്ൻ ബ്രോ മുടി വെട്ടിയപ്പോഴാണ് അമ്മ ചീത്ത പറഞ്ഞത്. ആക്ച്വലി അമ്മ സംഘടനയാണ്. അതിപ്പം വെയില് നല്ല മൂത്ത് നിൽക്കുമ്പോ എന്തായാലും മുടി വെട്ടണമല്ലോ. അതെ, ചൂട് കൂടുമ്പോ സംഘടനയിലെ ആൾക്കാരെ പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ദുൽഖർ സൽമാനും ഫഹദ് ഫാസിലും ഷെയ്ൻ നിഗമായിട്ട് ചെറിയ സിമിലാരിറ്റി ഉണ്ട്. ദുൽഖർ സൽമാനെ വീട്ടിൽ വിളിക്കുന്നറിയാം, ചാലു. ഫഹദ് ഫാസിലിനെ വീട്ടിൽ വിളിക്കുന്നത് ഷാനു. ഇത് രണ്ടുകൂടെ മിക്സ് ആയിട്ട് ചാനു എന്നാണ് ഷെയ്ൻ നിഗമിനെ വീട്ടിൽ വിളിക്കുന്നത്. പക്ഷെ ഇത് വളരെ ഒരു മണ്ട ലോജിക്കാണ്. കാരണം ഫാൻസ് ഫഹദ് ഫാസിലിനെ ഫാഫാന്നും ദുൽഖറിനെ DQ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ചേർത്ത് നാളെ തൊട്ട് ഷെയ്നെ ആരും ഫാ ക്യൂ എന്ന് വിളിക്കരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. ദീപു അങ്ങനെ ഒരിക്കലും വിളിക്കത്തില്ല, അങ്ങനെ വിളിക്കത്തില്ല. കാരണം ഷെയ്ൻ ചെയ്തിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് എടാ നീ ശ്രദ്ധിക്കുക, ഒരു 10-15 കൊല്ലമായിട്ട് പുള്ളി ഇൻഡസ്ട്രിയിലുണ്ട്. ഇന്നേ വരെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഗോസിപ്പ് പുള്ളിയുടെ പേര് കേട്ടിട്ടുണ്ടോ? പോട്ടെ, ഒരു ആക്ട്രസിന്റെ പേര് ചേർത്ത് കൂടെ കേട്ടിട്ടുണ്ടോ? ഒരു അഫയറിന്റെ കഥ കേട്ടിട്ടുണ്ടോ? കാരണം എന്താ, പുള്ളിക്ക് ആ സാധനമില്ല. എടാ മറ്റേ ആ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സാധനമില്ല. നിങ്ങൾ എല്ലാരും കള്ളന്മാരാ, മറ്റേ ചെറിയ സാധനം ഇല്ലെന്നല്ലേ വിചാരിച്ചത്. അതില്ല പുള്ളിക്ക് ഈഗോ അതില്ല. പുള്ളിക്ക് ഈഗോ ഇല്ല. കറക്റ്റ് ആണ്. നമ്മള് ഏകദേശം നമ്മുടെ റോസ്റ്റിംഗ്
അല്ലേ? കുറച്ചും കൂടെ അല്ല എനിക്കൊരു കാര്യം ചോദിക്കണം. ഒരു പൊതുവേദി വെച്ച് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എൻ്റെ സ്വഭാവം വെച്ച് എനിക്കത് ചോദിച്ചില്ലെങ്കിൽ എന്തോ പോലെ എനിക്ക് കാണാൻ കൊതിയായിട്ട് ഞാൻ ചോദിക്കുന്നത്. ഷെയ്ൻ ബ്രോ ഒന്ന് കാണിക്കാമോ ബെർമുഡ? ഇട്ടിട്ടുണ്ടോ ബെർമുഡ? ഏതെങ്കിലും OTT-ൽ ഇട്ടിട്ടുണ്ടോ ബെർമുഡ സിനിമ? അത് തിയേറ്ററിൽ വരുന്നു പോകുന്നു എന്നൊക്കെ പറയുന്നില്ല, അതേതായാലും ബെർമുഡ ട്രയാങ്കിളിൽ കിടക്കുവാണോ? സത്യമായിട്ട് ആ അവസ്ഥയിലായി പോയി ബ്രോ. രണ്ട് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു, അതിൽ അവര് തമ്മിലുള്ള എന്തോ ഒരു അഗ്രിമെന്റ് ഇഷ്യൂല് സാധനം ബെർമുഡ ട്രയാങ്കിളിലേക്ക് പോയതാ. പക്ഷെ എനിക്കും നിങ്ങളെ കാണിക്കാൻ ആഗ്രഹമുള്ള മലയാളി പ്രേക്ഷകർ രക്ഷപ്പെട്ടു. അപ്പൊ അതായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ചോദിക്കാം. എന്താണ്? ഷെയ്ൻ ബ്രോയ്ക്ക് യോഗ അറിയാമോ? യോഗ അറിയില്ല. പക്ഷെ അറിയാമെങ്കിൽ എന്റെ ഒരു കിട്ടില്ല സാധനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അത് കുറച്ച് വിവാദമാണ്. നമ്മളിത് കഴിഞ്ഞിട്ട് പറഞ്ഞു സിലബസ്. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ വിറ്റ് ടീമിന്റെ റോസ്റ്റ്. വളരെ ചെറിയ റോസ്റ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ റോസ്റ്റ് ആയിരുന്നു. തട്ടിക്കൂട്ടിയ റോസ്റ്റ്. നിങ്ങൾ പക്ഷെ നമ്മൾ ഏറ്റവും ചില്ല് ചെയ്തിട്ടുള്ള ഏറ്റവും അടിപൊളി റോസ്റ്റ് ആക്ച്വലി ഈ സെഷൻ ആയിരുന്നു തോന്നുന്നു. ഷെയ്ൻ ബ്രോയ്ക്ക് ഒരു വലിയ കൈ. താങ്ക് യു സോ മച്ച് ഷെയ്ൻ ബ്രോ. അല്ല ബ്രോ, ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കണില്ല, അതന്നെ ഒരു വലിയ ടാലന്റ് അല്ലേ ബ്രോ? നമ്മൾ ഇല്ല, ഞാൻ ഇത് വളരെ ഹാപ്പി ആയിരുന്നോ? എനിക്ക് ഒന്നും തോന്നിയില്ല? എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒഫൻസ് ആയിട്ട് തോന്നിയോ? ഇല്ല, വളരെ കറക്റ്റ് കാര്യങ്ങൾ. എനിക്ക് തോന്നി എന്നാ നേരത്തെ കേട്ടതല്ലേ? ഐ ഫെൽ റിയലി ബാഡ്. ഇല്ല റോസ്റ്റിൽ അല്ല, നമ്മൾ മീര ഒഴിവാക്കാനുള്ള കാരണം നമ്മൾ റോസ്റ്റിൽ പീര ഇടാറില്ല. കണ്ടോ? നല്ല സാധനമായിരുന്നു. കൊള്ളാണ്ട ഇതൊക്കെ നിങ്ങൾക്ക് കൊള്ളാമായിട്ടാണോ തോന്നുന്നേ? അല്ല, ഞാൻ പറഞ്ഞ ഒരു ക്രിയേറ്റീവ് തോട്ട് പ്രോസസ്സിൽ നമ്മൾ തേർഡ് പേഴ്സൺ ആയിട്ട് കാണുമ്പോൾ അടിപൊളി പരിപാടികളാണ് ഇവർ ചെയ്യുന്നത്. അറിയാം ഇൻഡസ്ട്രിയിൽ വ്യക്തിപരമൊക്കെ ആയിരുന്നു മതിയല്ലോ, പിന്നെ വർഷം കഴിഞ്ഞില്ലേ? മീര ഇതൊരു ആർട്ടായിട്ട് കാണണം. ആർട്ടായിട്ട്, ആർട്ടല്ല, മനസ്സിലായില്ലേ? ആർട്ടായിട്ട് ആർട്ടായിട്ട് കാണണം. ഈ AIB റോസ്റ്റിംഗ് ഒക്കെ ആ ഒരു പരിപാടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പരിപാടി ചെയ്യാനുണ്ട് ബ്രോ. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, ആർക്കും മനസ്സിലാവുന്നില്ല ബ്രോ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ നാട്ടുകാരുടെ നമുക്ക് എന്തെങ്കിലും AIB ലെവലില് ഷെയ്നെയും ഷൈനികത്തിനും ധ്യാനിനെയും ഒക്കെ എത്തി വലിയൊരു ഷോ AIB ലെവലില്, ഇതുപോലെ ലോ അല്ല, നമുക്കൊരു നല്ല ലെവലിൽ ചെയ്യണം. ഞങ്ങളുടെ ആഗ്രഹമാണത്. നമുക്ക് നോക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങളുടെ രണ്ടുപേരുടെ ഹെയർ സ്റ്റൈൽ ഒരുപോലെ ശരി, ഒരു സാമ്യമുണ്ട്. ഇതൊരു സ്റ്റൈലില്ലാത്ത സ്റ്റൈലിനാണ് പറയാം. വെരി നൈസ്, വെരി നൈസ്. ചെയ്യാനുള്ള മടി. എന്നാലും ഇങ്ങനെ കുറെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ തെറിവിളികളൊക്കെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു ബോയ്സ്? ചെയ്യണ്ടല്ലോ, അത് വന്നോളും, നമ്മൾ പറഞ്ഞിട്ട് വിടുന്നല്ലോ. നമ്മള് വായിക്കായിരുന്നു മതി അല്ലേ? എന്തായാലും എന്റെ പോലെയൊക്കെയുള്ള തൊലിക്കട്ടിയുള്ള കുറെ പേരെ കൂടി കാണാൻ പറ്റിയതിലുള്ള സന്തോഷം ഞാൻ പേഴ്സണലി അറിയിക്കുന്നു. Thank you so much. നമുക്ക് ആങ്കർ ഇഷ്യൂസ് ഇല്ല. Thank you. ബ്രോ ഇത് പൊളിയാട്ടാ. അല്ല, സാധനം ഞാനിന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് രാത്രി പോകുമ്പോ എന്റെ ഹസ്ബൻഡിനോട് പറയും, പൊള്ളിയാണ് മച്ചാ ബ്രോ ഇത്. എനിക്ക് വേറെ ലെവലായി ഞാൻ ഇന്ന് ഷെയ്ൻ്റെ കൂടെ നിന്നിട്ട്. താങ്ക് യു. ആ വൈബ് സ്പ്രെഡായി. അതെ അതെ, പറഞ്ഞിട്ട് അറിയില്ല. അതിനെന്തെങ്കിലും കിട്ടും. അതിനും കിട്ടും. കൊച്ചി ലോക്ക് ചെയ്യരുത്. വലിയ കൈയടി കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്താ റോസ്റ്റിംഗ് ബ്രദേഴ്സ് എന്നോ? കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങള് മൂവി പ്രൊമോഷൻ പേരില് മാത്രമേ ഉള്ളൂ, വിറ്റുന്നാണ്. റോസ്റ്റ് ചെയ്യുമ്പോൾ വിറ്റ് റോസ്റ്റ് എന്ന് പേരിടും. പോഡ്കാസ്റ്റ് ചെയ്യും, ലൈവ് സ്റ്റാൻഡപ്പ് ചെയ്യും. നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കുടുംബമാണ്. ഓക്കെ, നൈസ്. താങ്ക് യു. നിങ്ങൾ ഓക്കെ ബ്രദേഴ്സ് ഒന്നും അല്ല, യു ആർ ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൂടെന്നേ പറയാറുള്ളൂ. നല്ലൊരു കൈയടി കൊടുക്കാം ചേട്ടന്മാർക്ക്. താങ്ക് യു ബ്രോ, താങ്ക് യു ബ്രോ. മൈക്കിലൊന്നും കിട്ടിയിട്ട് സോറി, ഞാൻ കെട്ടിപ്പിടിക്കില്ല. പരിപാടി കൈ തല. ഞാൻ പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് കിട്ടുന്ന സാധനം. ഹാപ്പി ഹാപ്പി. നമ്മളാണ് ഉദ്ദേശിച്ചത്. മലയാളത്തിൽ ഒരു AIB-യുടെ ആ ഒരു ടോപ്പ് പരിപാടി താങ്ക് യു. അത് ആരും കേട്ടില്ല. മലയാളത്തിൽ AIB-യുടെ ടോപ്പ് ലെവലിൽ എത്തട്ടെ എന്നാണ് ഷെയ്ൻ്റെ. അത് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യണമല്ലോ. അതുപോലെ സാന്ദ്ര മാഡം മറക്കരുത്. അല്ല, മൈൽ സ്റ്റോൺ മേക്കേഴ്സ് കട്ട് ചെയ്ത സാന്ദ്ര മാഡം കേൾക്കുന്നുണ്ടല്ലോ. Thank you guys, we are team with. Thank you. Okay, bye. Thank you so much. Thank you. Nice meeting. തീർച്ചയായും. താങ്ക് യു. റിയാലിറ്റി ഷോയ്ക്ക് ഓഡീഷന് ഷെയ്ൻ പാടാൻ പോയതിന്റെ വീഡിയോ ഇപ്പോഴും ഭയങ്കര സോഷ്യലി വൈറൽ അവസ്ഥയാണ്. ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. ഷെയ്ൻ നിഗമാണോ മലയാളത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള യങ് ആക്ടർ? ഇത് ഗൂഗിൾ കള്ളം പറയില്ല. കറക്റ്റാണ്.
ടാലന്റിന്റെ കാര്യത്തിലാണെന്ന് മഹിമ. രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇപ്പൊ GST കയറി നശിപ്പിച്ചേനെ.